Okay, so how was the last week's or this week's task? How did it go? Did you all complete? Or did you all at least try to do it? നിങ്ങൾ എല്ലാവരും ഒരു ട്രൈ എങ്കിലും ചെയ്തിരുന്നോ? നമ്മൾ മുമ്പ് ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്ന ടൈമിൽ പറഞ്ഞിരുന്ന കാര്യമാണ്. ബട്ട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇടയിൽ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഡെയിലി ടാസ്കുകൾ തരുന്നത് കൊണ്ടും വീക്ക്ലി വൺസ് ഈ ഒരു സെഷൻ വെക്കുന്നത് കൊണ്ടും നിങ്ങൾ ഇംഗ്ലീഷിൽ ഈ രണ്ട് സംഗതികൾ കൊണ്ട് മാത്രം നിങ്ങൾ ഇംഗ്ലീഷിൽ പ്രോ ആവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീക്കിംഗ് ഫ്ലുവന്റ് ആവില്ല. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? ഇത് നിങ്ങളുടെ കോഴ്സിന്റെ കൂടെ ഒരു കോംപ്ലിമെന്ററി, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് എന്താണ്, നമ്മൾ മാക്സിമം ഇൻപുട്സ് തരുന്നുണ്ട്. ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾക്ക് തരാവുന്നതിന്റെ പരമാവധി ഇൻപുട്സ് നമ്മൾ തരുന്നുണ്ട്. ഈ ഇൻപുട്സ് നിങ്ങൾ നിങ്ങളുടേതായ സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതിന് കൃത്യമായ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, സോ എന്താണ്, ഈ ഒരു ഡെയിലി ടാസ്കുകൾ അറ്റൻഡ് ചെയ്ത് വീക്ക്ലി സെഷൻസ് മാത്രം വെറുതെ അറ്റൻഡ് ചെയ്ത്, എന്താണ്, പാസീവ് ആയിട്ട് വെറുതെ അറ്റൻഡ് ചെയ്ത് പോയാൽ 365 ഡേയ്സ് കഴിയുമ്പോൾ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആവും എന്ന് ആരും വിചാരിക്കരുത്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ള ടെക്നിക്സിന്റെ ഡെയിലി 5 മിനിറ്റ്സ് എങ്കിലും ആരോടെങ്കിലും ഇംഗ്ലീഷിൽ വർത്താനം പറയുക. ആരും ഇല്ലാത്തവർക്ക് സെൽഫ് ടോക്ക് ചെയ്യാം, മിറർ ടോക്ക് ചെയ്യാം. വീട്ടിൽ കുട്ടികളുള്ളവർക്ക് കുട്ടികളോട്, പാരന്റ്സ് ഉള്ളവർക്ക് പാരന്റ്സിനോട്, ഫ്രണ്ട്സിനോട്, കൊലീഗ്സിനോട് ത്രൂ ഫോൺ ആവാം. ഡെയിലി ഒരു ചാറ്റ് ഫ്രണ്ടിനെ വെക്കുക. അതായത് ഏതെങ്കിലും ഫ്രണ്ട്സിനോട് ഏൽപ്പിക്കുക, ഫ്രീ ആയിട്ടുള്ള ഉള്ള ഒരാളോട് നമുക്ക് വാട്സപ്പിൽ ഇംഗ്ലീഷിൽ മാത്രം ചാറ്റ് ചെയ്യാം. ഒരുപാട് ടെക്നിക്സ് ഉണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് GPT, അല്ലെ, പുതിയ AI എന്താണ്, ജനറേറ്റഡ് സെർച്ചിങ് ടെക്നോളജിയാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. ചാറ്റ് GPTയിലൂടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുക, അത് തിരിച്ച് റിപ്ലൈ തരും, അത് മനസ്സിലാക്കുക, വീണ്ടും ക്വസ്റ്റ്യൻ, അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ്. Okay, so let's begin. So today is our 18th live session. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 126, 127 ഡെയിലി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറച്ചു പേരൊക്കെ അസൈൻമെന്റ് കാരണം ബിസി ആയിരുന്നു അല്ലെ? ഇറ്റ്സ് ഓക്കെ, അതൊന്ന് കവറപ്പ് ചെയ്യുക. നിങ്ങൾ മിസ് ഔട്ട് ആയ ടാസ്കുകൾ ഇനിയിപ്പോ മെന്ററിന് അയച്ചു കൊടുക്കുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ എന്താണ് ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. And today's topic is enhancing professional competencies in English. നമ്മൾ ഇനി കുറച്ച് ദിവസം നോക്കുക പ്രൊഫഷണൽ, നമ്മളിവിടെ അധിക പേരും പഠിക്കുന്നതും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ജോബിൽ പ്രൊമോഷൻ കിട്ടാൻ അല്ലെങ്കിൽ ഒരു ജോബിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു ജോബ് ഫോക്കസ്ഡ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, സോ പ്രൊഫഷണൽ കോമ്പീറ്റൻസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിൽസിന് തന്നെ പറയുന്ന മറ്റൊരു വേർഡ് ആണ് കേട്ടോ, കോമ്പീറ്റൻസീസ്. സോ ഇംഗ്ലീഷിൽ നമ്മൾ ഒരു പ്രൊഫഷണൽ സെറ്റിംഗിൽ നമ്മൾക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗിൽ വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്? നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഒരു മോക്ക് ഇന്റർവ്യൂ ബാക്കി വെച്ചിരുന്നു. ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് പ്രൊഫഷണൽ ലാംഗ്വേജ് ഫോർ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ്. ഓരോ ഇൻഡസ്ട്രിയും, ഹെൽത്ത് കെയർ ആവട്ടെ, മാനേജ്മെന്റ് ആവട്ടെ, MBA ആവട്ടെ, സോഷ്യൽ വർക്ക് ആവട്ടെ, എല്ലാ ഇൻഡസ്ട്രീസിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ നെഗോഷിയേഷൻസ് ആൻഡ് മീറ്റിംഗ്സ് ഒക്കെ ഒരു കൺസോളിഡേറ്റഡ് ഫോർമാറ്റ് ആണ് നമ്മൾ പറയാ. ആൻഡ് ദെൻ ആസ് യൂഷ്വൽ നമ്മുടെ ക്വസ്റ്റൻ ആൻസർ സെഷൻ. പക്ഷെ ഇപ്പൊ കുറച്ച് സെഷൻസ് ആയിട്ട് നമുക്ക് ക്വസ്റ്റൻ ആൻസർ സെഷനുള്ള ടൈം കിട്ടാറില്ല അല്ലെ? നമുക്ക് ഇന്ന് കുറച്ച് സ്പീഡ് ആക്കിയിട്ട് ലാസ്റ്റ് കുറച്ചു നേരം നമുക്ക് എല്ലാവർക്കും തമ്മിൽ ഡിസ്കസ് ചെയ്യാം. സോ ബിഫോർ മൂവിങ് ഓൺ ടു ടുഡേസ് പോർഷൻ, നമുക്ക് ലാസ്റ്റ് വീക്കിലെ മോക്ക് ഇന്റർവ്യൂ ചെയ്യാം. സോ ഇതൊക്കെയാണ് കോമൺ ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ പ്രൊഫഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് വേറെ. അതല്ലാതെ ജനറൽ ക്വസ്റ്റ്യൻസിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഈ 13 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത് മാത്രമേ വരുള്ളൂ എന്നല്ല കേട്ടോ. അധികവും ചോദിച്ചു കാണുന്ന അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യത ഏറെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ സോർട്ട് ഔട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഏത് ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലുവന്റ് ആയിരിക്കുക. നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ഞാൻ പലരിലും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ഇടയിലും മൂളും ദാറ്റ്, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ സ്ലോ ആണെങ്കിൽ ഓക്കെ, ദാറ്റ്, പക്ഷെ ഒരിക്കലും ഇടയിൽ ആ ഒരു മൂളൽ വെക്കരുത്. ഓക്കെ, സോ എന്താണ്, ഫ്ലുവന്റ് ആയിരിക്കുക, വളരെ ക്ലാരിറ്റിയോട് കൂടെ പറയുക.
ഒരു പ്രൊഫഷണൽ എറ്റിക്വറ്റ് കീപ്പ് ചെയ്യുക. അത് സ്പീക്കിങ്ങിലും നമ്മുടെ ബോഡി ലാംഗ്വേജിലും, അതായത് ഇപ്പൊ ബെഞ്ചുമില് ലീൻ ചെയ്ത് കിടക്കരുത്, പേന ഉണ്ടെങ്കിൽ ബെഞ്ചുമില പേന കൊട്ടി സൗണ്ട് ഉണ്ടാക്കുക. അതായത് പ്രൊഫഷണൽ എറ്റിക്വറ്റ് ബോഡി ലാംഗ്വേജിലും സ്പീക്കിങ്ങിലും കീപ്പപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു ഇന്റർവ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ബിക്കോസ് എന്താണ്, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ആൻഡ് നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ആ കമ്പനിയിൽ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കോമൺ ക്വസ്റ്റ്യൻസ്. വെയിറ്റ്, ആരെങ്കിലും ആയിട്ട് ഞാൻ ഇവിടെ ഒരു മോക്ക് ഇന്റർവ്യൂ ചെയ്യാം, ഞാനായിരിക്കും ഇന്റർവ്യൂവർ. ഞാൻ ആൾക്കാരെ വിളിക്കാം, ബിക്കോസ് ഞാൻ കണ്ട ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ കുറച്ചു പേരുടെ പേര് നല്ലോണം അറിയാം. കാരണം എന്താണ്, ഞാൻ എപ്പോ ചോദിച്ചാലും ആ കുറച്ചു പേര് മാത്രം വരുന്നത് കൊണ്ട്. സോ ഞാൻ റാൻഡം ആയിട്ട് ആൾക്കാരെ വിളിക്കട്ടെ, ഓക്കെ ആണോ? Yes, I'm here. ഓക്കെ, ഹായ്, ഗുഡ് ഈവനിങ് ജയ. Hi, good evening. ഹായ്, ഓക്കെ, സോ ആർ യു റെഡി ഫോർ എ മോക്ക് ഇന്റർവ്യൂ? Yes, of course. I'm actually a new student, recently Okay. joined. This is my first class. But I'm ready. Okay. I'm ready. So is this your first class? Yes, yes, yes. Okay, okay. You deserve a very, very big appreciation for that. Okay, because your confidence deserves appreciation. Okay, very good, Jaya. Thank you. Okay, give me a brief introduction of yourself. Okay. Myself, Jaya Rajesh Nambishan. I'm settled in Navi Mumbai for the last 23 years. I'm a pre-primary and primary teacher, but I'm not working now. And I have two sons. Elder one is doing BTech and younger one is in 9th standard. My husband is working with a private firm. His field is wastewater treatment. Okay, That's very all. good, Jaya. Very good. Okay, so ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാം. ജയ ആഫ്റ്റർ ഒരു 5 years ബ്രേക്കിന് ശേഷം ഒരു ജോബിന് എൻറ്റർ ചെയ്യാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, why do you want a job after 5 years of break? Because I'm having lots of time now. Earlier, I couldn't spend time for my job because of the my responsibilities in my house. Now I am having enough time because my children are grown up. That's why I need a job now. Okay, due to a 5-year gap, I doubt whether you have forgotten your technical skills. So how will you cover it up? I will observe my seniors, those who are working in the office, so that I can follow them. Okay, very good, Jaya. That was a very good attempt. Very good. Okay. So last question Thank you answer so much. മാത്രം. നമ്മൾ എന്താണ് ഒരു ജോലിക്ക് കയറിയതിന് ശേഷം പഠിക്കാം എന്നതിനേക്കാൾ ഒരു ബെറ്റർ റിപ്ലൈ എന്ന് പറയുന്നത് എന്താണ്, I have already started brushing up my knowledge, skills and talents. അല്ലെങ്കിൽ എന്താണ്, recently I have done a new course related to this and this എന്നുള്ളൊരു രീതിയിൽ റിപ്ലൈ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പറയും, even if 5 years, even in this gap I was not working, I am updated with the recent trends in the field എന്ന രീതിയിൽ റിപ്ലൈ കൊടുത്താൽ it will be better. Okay, thank you so much. Okay, thank you so much for the suggestion. Thank you so much. And your attempt is a very appreciable one. Very good. I'm a graduate in functional English with journalism and political science as subsidiaries. Okay, so now I have to be careful. No. Okay, anyway, it was good talking with you. Okay, thank you. You can mute. Thank you. Okay. സോ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ എന്തെങ്കിലും ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് മിനിമം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് വളരെ ഫ്ലുവന്റ് ആയിട്ട് തന്നെ. പലപ്പോഴും ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് എന്നതിന് നമ്മൾ എല്ലാവരും കൊടുക്കുന്ന റിപ്ലൈ ഇല്ല. ഒരു ഇന്റർവ്യൂ എങ്ങനെയെങ്കിലും ആയിരിക്കും, ഒരു കമ്മിക്കും, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ എന്നുള്ളത്. സോ എപ്പോഴും ഒരു ഡൗട്ടും ഇല്ല എന്നതിനേക്കാൾ ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു ആസ്ക്, ഓക്കെ കെൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് ദിസ്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി ചോദിക്കുക. ദാറ്റ് ഷോസ് ആർ ഇൻട്രസ്റ്റ്. ഓക്കെ, അത് നമ്മുടെ ഇൻട്രസ്റ്റ് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരും. അതുപോലെ വാട്ട് ഈസ് യുവർ സാലറി റേഞ്ച്
expectation. പലരും എന്താ പറയും, അങ്ങനെയൊന്നുമില്ല, എനിത്തിങ് ഇസ് ഫൈൻ. നോ, നെവർ ദാറ്റ്. കാരണം നമ്മൾ പഠിച്ചതിന്റെയും നമ്മൾ എക്സ്പീരിയൻസിന്റെയും ബേസിൽ യു ഹാവ് ടു കീപ് എ വാല്യൂ. In my previous company, I was earning this. So anything about this range would satisfy me എന്ന രീതിയിൽ കറക്റ്റ് ഒരു സാലറി റേഞ്ച് എക്സ്പെക്ടേഷൻ പറയേണ്ടതുണ്ട്. ഓക്കെ, ഒന്നിനും ഉത്തരവില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ദാറ്റ് ഇസ് വീക്ക്നെസ് ചോദിച്ചാൽ പലരും പറയും എന്താണ് എന്തായിട്ട് നമ്മളെ ബെസ്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടി പലരും പറയും എനിക്ക് വീക്ക്നെസ് ഒന്നും ഇല്ല എന്നുള്ളത്. കുറെ പേര് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ വീക്ക്നെസ് ഒന്നും ഇല്ല എന്നുള്ളത്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ വേ. നമ്മൾ മനുഷ്യന്മാരാണ്, വി ഓൾ ഹാവ് വീക്ക്നെസ്. സോ നമ്മുടെ വീക്ക്നെസ് എന്താണോ അത് അക്നോളജ് ചെയ്ത് വേണം സംസാരിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വീക്ക്നെസ്, പെട്ടെന്ന് സ്ട്രെങ്ത് എന്ന് ചോദിക്കുമ്പോൾ കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അതായത് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ബാക്കി തന്നെ അവർ ഈ ക്വസ്റ്റ്യൻസ് തന്നെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊള്ളണം എന്നൊന്നും ഇല്ല. നമ്മളൊരു പ്രോബബിലിറ്റി നോക്കുകയാണ് കേട്ടോ. ഓക്കെ, സോ വിത്ത് ദാറ്റ് അത് കഴിയാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്, അതായത് ഇന്നത്തെ ടോപ്പിക്സിലേക്ക് വരികയാണ്. ഓക്കെ, പ്രൊഫഷണൽ ലാംഗ്വേജ് ഫോർ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ്. നമ്മൾ എല്ലാവരും ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നവരാണ്, വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും ജസ്റ്റ് നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കറന്റ് വർക്ക് ചെയ്യുന്നത് എന്നൊന്ന് ജസ്റ്റ് എനിക്ക് ടെക്സ്റ്റ് ചെയ്ത് തരുമോ? ബാങ്കിങ് ഉണ്ടാവാം, ഹെൽത്ത് കെയർ, ഇപ്പൊ ഡോക്ടേഴ്സ് നഴ്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ആയിരിക്കാം, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവും, സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, ബാങ്കിങ്, അക്കൗണ്ടിങ്, ടീച്ചിങ്, മാനേജ്മെന്റ്, ടീച്ചിങ്, എഡ്യൂക്കേഷൻ ഫീൽഡ്, ലബോറട്ടറി, ആർമി, വെരി ഗുഡ്, നഴ്സ്, അക്കൗണ്ടിങ്, finance, pharma industry, acupuncturist, which is again medical industry, shipyard, Indian Army. Oh, I'm very happy to see Army people here. Okay, aviation, banking, teacher. Okay, so നമ്മുടെ എല്ലാ ഫീൽഡ്സും ഡെവലപ്പിംഗ് ആണ് അല്ലെ. ഇപ്പൊ ടീച്ചിങ് ഒരു 10 years ബാക്ക് ഉണ്ടായിരുന്ന പോലെ അല്ല ഇപ്പൊ. ഈവൻ അക്കൗണ്ടിങ് 10 years ബാക്ക് നമ്മൾക്ക് GST ഇല്ല, GST വന്നു. സോ അതനുസരിച്ച് ടെർമിനോളജീസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലുള്ളവരാണോ ആ ഇൻഡസ്ട്രിയിലുള്ളവർ നിങ്ങളുടെ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ടേംസും നിങ്ങൾ അറിഞ്ഞിരിക്കണം, അപ്ഡേറ്റഡ് ആവുക. എങ്ങനെയാണ് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുക? വായിക്കുക, നിങ്ങളുടെ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നോവേഷൻസ്, അതായത് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഫോളോ ചെയ്യുക, ന്യൂസ് വായിക്കുക, അതേപോലെ റീസെന്റ് സ്റ്റഡീസ്. ഇന്ന് വളരെയധികമാണ് റിസർച്ച് സ്റ്റഡീസ് അല്ലെ. ഇന്ന് ഒരുപാട് കണ്ടുപിടുത്തങ്ങളും പുതിയ വാക്കുകളൊക്കെ റിസർച്ച് സ്റ്റഡീസിൽ നിന്ന് നമുക്ക് കിട്ടും. സോ നിങ്ങളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റിസർച്ച് സ്റ്റഡീസ്. സോ പ്രൊഫഷണൽ ലാംഗ്വേജ് ഫോർ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ്, എല്ലാ ഇൻഡസ്ട്രീസിലുള്ള എല്ലാ ടെർമിനോളജീസും ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് അത്ര പോസിബിൾ ആയ കാര്യമല്ല. ബട്ട് എന്താണ്, അധിക പേര് 3 വാക്കുകൾ വെച്ച് നമുക്ക് നോക്കി പോവാം. ഓക്കെ, കമ്മിങ് ടു IT, പ്രോഗ്രാമിംഗ് ഇസ് ദ മെയിൻ വേർഡ് അല്ലെ. ഇവിടെ IT ഫീൽഡിലുള്ളവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ബാക്കി വേർഡ്സ് പറയണം. IT ഫീൽഡിലുള്ളവരുണ്ട് അല്ലെങ്കിൽ IT ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ള വേർഡ്സ് നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാം. ഓക്കെ, പ്രോഗ്രാമിംഗ് ഒരു IT ഫീൽഡിൽ വി ഹാവ് ടു ഡെവലപ്പ് ഇറ്റ് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോഗ്രാം ഡെവലപ്മെന്റ് ആണ്. പക്ഷെ ഇതേ സംഗതി തന്നെ, ഈ ഡെവലപ്മെന്റ് എന്ന വേർഡ് തന്നെ സൈക്കോളജി ഫീൽഡിൽ അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് എന്താവും? ഫിസിക്കൽ ഡെവലപ്മെന്റ് ആവാം, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആവാം. സോ ആ ഡെവലപ്മെന്റ് എന്ന ഒരൊറ്റ വേർഡിന് ഇൻഡസ്ട്രീസ് അനുസരിച്ച് മീനിങ് ഡിഫറെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഇസ് ഓൾസോ നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ IT ഫീൽഡിൽ എന്താണ്, ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സിന് ഒറ്റ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുന്നതാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഒരേ നെറ്റ്വർക്കിൽ ഇപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ഗൂഗിൾ ഷീറ്റ്സ് ഒക്കെ ഇല്ലേ. അതായത് ഗൂഗിൾ ഷീറ്റ്സിന്റെ ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യാണ്. അതിൽ ഞാനൊരു എഡിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിലത്തെ എഡിറ്റ്സ് കാണാൻ സാധിക്കും. എന്താണ്, എല്ലാം ഒരേ നെറ്റ്വർക്കിൽ ഉള്ളതാണ്. ഇപ്പോ ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ OPയിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, നമുക്കൊരു OP നമ്പർ കിട്ടുന്നു. പിന്നെ നമ്മൾക്ക് വേണ്ടത്, നമുക്ക് എല്ലിന്റെ ഡോക്ടറെയാണ് കാണുന്നത്, ഒരു ഓർത്തോഡോണ്ടിസ്റ്റിനെയാണ് കാണുന്നത്. നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിൽ പോയി നമ്മുടെ നമ്പർ അടിക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് അവിടെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ പോയി ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ലല്ലോ. ബട്ട് ഹൗ ദാറ്റ് ഇസ് ഓൾ ദ കമ്പ്യൂട്ടേഴ്സ് ഇൻ എ ഹോസ്പിറ്റൽ ആർ ഇൻ ദ സെയിം നെറ്റ്വർക്ക്, ഒരേ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ബട്ട് നെറ്റ്വർക്കിംഗ് ഒരു ബിസിനസ്സിൽ വരുമ്പോ എന്താണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്?
മറ്റുള്ള കമ്പനീസുമായിട്ട് പാർട്ട്ണർഷിപ്പ് ആവാം. ഒരു സോഷ്യൽ വർക്കിലേക്ക് വരുമ്പോൾ ഒരുപാട് ഓർഗനൈസേഷൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാവാം നെറ്റ്വർക്ക്. സോ ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി വാക്കുകൾക്ക് അർത്ഥവ്യത്യാസം ഉണ്ട്. നെക്സ്റ്റ് ഇസ് സൈബർ സെക്യൂരിറ്റി. IT ഫീൽഡിൽ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഇസ് സൈബർ സെക്യൂരിറ്റി. സൈബർ എന്ന വേർഡ് ഇല്ല, സെക്യൂരിറ്റി മാത്രമാണ് യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഇറ്റ് ഇസ് സൈബർ സെക്യൂരിറ്റി. പക്ഷെ ഒരു എന്താണ്, ഗോൾഡ് ഷോപ്പ് ഓണറിന്റെ അടുത്ത് നമ്മൾ സെക്യൂരിറ്റി എന്ന വേർഡ് പറഞ്ഞാൽ എന്താണ്, അത് സൈബർ സെക്യൂരിറ്റി ആണോ? അല്ല, പുറത്തിരിക്കുന്ന കാവൽക്കാരനെയാണ് അവിടെ സെക്യൂരിറ്റി. അതുപോലെ IT ഫീൽഡിൽ വരുന്ന മറ്റൊരു വേർഡാണ് ഫിഷിംഗ്. ദാറ്റ് ഇസ് നമ്മുടെ മീൻപിടുത്ത ആ ഫിഷിംഗ് അല്ല, PHISHING. ഇത് സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തരം ഒരു സൈബർ അറ്റാക്ക് ആണ് ഫിഷിംഗ്, അല്ലെ? Am I right? ഇവിടെ IT-കാരുണ്ടല്ലോ. ഒരു തരത്തിലുള്ള സൈബർ അറ്റാക്കിനെ അല്ലേ ഫിഷിംഗ് എന്ന് പറയുന്നത്? ഞാനും IT ഫീൽഡും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. യെസ്, താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോ IT ഫീൽഡിലുള്ള ഒരാൾ ആ ഫിഷിംഗ് അറിഞ്ഞിരിക്കേണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും വി ഹാവ് ടു ബി കെയർഫുൾ ഓഫ് ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് അറിയാത്ത ഒരാൾ എന്താ ആലോചിക്കും, നമ്മൾ എന്തിനാ ഈ മീൻപിടുത്തം ആലോചിച്ചിരിക്കണേ എന്നുള്ള ചിന്ത വരും. സോ നിങ്ങളുടെ ഫീൽഡിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ടെക്നിക്കൽ ടേംസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മറ്റൊന്നാണ് ആക്രോണിംസ്. ആക്രോണിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യില്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് മെഡിക്കൽ ടെർമിനോളജീസ് ഉണ്ട്. ഡയഗ്നോസിസ്, ഒരു അസുഖം കണ്ടെത്തുന്നതിനെയാണ് ഡയഗ്നോസിസ്. നിങ്ങളുടെ ഡയഗ്നോസിസ് എന്താണ് എന്ന് ചോദിച്ചാല് H1N1 ആണോ, ജോണ്ടിസ് ആണോ, ന്യൂമോണിയ ആണോ, അതായത് നിങ്ങൾക്ക് ഉള്ള അസുഖം എന്താണ് എന്ന് കൃത്യമായി കണ്ടുപിടിക്കുന്നതിനെയാണ് ഡയഗ്നോസിസ് എന്ന് പറയാ. പ്രോഗ്നോസിസ്, ഇവിടെ നഴ്സുമാരുണ്ടല്ലോ, പ്രോഗ്നോസിസ് എന്താണ്? ഐ തിങ്ക് ഒരു ട്രീറ്റ്മെന്റിൽ നമ്മൾ ഡെവലപ്പ് ആവുന്നതിനെയാണ് പ്രോഗ്നോസിസ് എന്ന് പറയുന്നത്. അതായത് വാട്ട് ഈസ് ദ പ്രോഗ്നോസിസ് എന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ആള് മരുന്നിനോട് ബെറ്റർ റിയാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മരുന്നിനോട് അത്ര നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നില്ല. അതാണ് എന്താണ് ഇപ്പോഴത്തെ കറന്റ് റിപ്പോർട്ട് എന്നതാണ് പ്രോഗ്നോസിസ്. ഇവിടെ ആരോ നേഴ്സ് എന്ന് പറഞ്ഞിരുന്നല്ലോ, പ്രോഗ്നോസിസ് ഇത് തന്നെയാണോ? ഇഫ് ഐ എം റോങ് പ്ലീസ് ഡു കറക്റ്റ്. യെസ്, താങ്ക് യു. ട്രീറ്റ്മെന്റ്, അവരെ ട്രീറ്റ് ചെയ്യുന്നത്. പേഷ്യന്റ് റെക്കോർഡ്സ്, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു വേർഡാണ് EPR, ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡ്സ് എന്നുള്ളത്. സോ EPR ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ പോയിട്ട് ഹോസ്പിറ്റൽ സെറ്റിംഗിൽ വർക്ക് ചെയ്യുമ്പോൾ EPR എന്താണെന്ന് എന്തായാലും അറിഞ്ഞിരിക്കണം. അതുപോലെ എന്താണ് ECG, EEG, പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ സെറ്റിംഗിൽ ഈ ഷോർട്ട് ഫോംസ് EPR ഓർ EMR, ഇലക്ട്രിക് മെഡിക്കൽ റെക്കോർഡ് ആണ്. EMR ആണ് ഞാൻ വായിച്ചത്. താങ്ക് യു കവിത. സോ അതുകൊണ്ടാണ് ആക്രോണിംസ്, ഷോർട്ട് ഫോംസ് അറിഞ്ഞിരിക്കുക എന്ന് പറയും. ഓക്കെ, അത് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ വളരെ ഈസി ആക്കും. ഇപ്പൊ വളരെ ബിസി സ്കെഡ്യൂൾ അല്ലെങ്കിൽ ഒരു വളരെ റഷ് ഉള്ള സമയത്തൊക്കെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് തരുമോ എന്ന് ചോദിക്കുന്നത്, ആ EMR ഒന്ന് എടുക്കണേ, ECG എടുക്കണേ, MRI എടുക്കണേ പറയുന്നത് എത്രയോ ഈസിയാണ്. ഓക്കെ, ഇപ്പൊ MRI സ്കാനിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മാഗ്നറ്റിക് റിസോണൻസ് അങ്ങനെ എന്തോ ആണ്, പക്ഷെ MRI സ്കാൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈസിലി അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഫിനാൻസ്, ദാറ്റ് ഇസ് ബാങ്കിങ്, അക്കൗണ്ടിങ്. അതിൽ വരുന്നതാണ് IPOs, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. M&A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ്. അക്കൗണ്ടിങ്ങിൽ വരുന്ന വേർഡ്സ് ആണ്. ഓരോ ഇൻഡസ്ട്രിയുടെ അടിയിൽ മറ്റ് ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. ഇപ്പൊ ഹെൽത്ത് കെയറിൽ തന്നെ നമ്മൾ യൂസ് ചെയ്തത് അധികം ഡോക്ടേഴ്സും നഴ്സുമാരും തമ്മിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. കമ്മിങ് ടു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഈ വേർഡ്സ് ഒന്നുമല്ല. അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് വേർഡ്സ് വേറെ തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ എല്ലാം പെരിഫറലി ഇവിടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിലെ വേർഡ്സുമായി വളരെ തറോ ആയിരിക്കണം എന്ന് ജസ്റ്റ് കൺവേ ചെയ്യാനാണ് കേട്ടോ. അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഓഡിറ്റിംഗ്, ബാലൻസ് ഷീറ്റ്സ്, ഇതൊക്കെ ഞാനും കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് എന്താണ് എന്ന് എനിക്കും അറിയില്ല. ഇൻഷുറൻസ്, അണ്ടർ റൈറ്റിംഗ്, പ്രീമിയംസ്, ക്ലെയിംസ്, റിസ്ക് അസസ്മെന്റ്. ദ വേർഡ് റിസ്ക് അസസ്മെന്റ് ഒരുപാട് ഡോക്ടേഴ്സ് യൂസ് ചെയ്യും. നമ്മളിപ്പോ ഈ സർജറിയുടെ റിസ്ക് അസസ്മെന്റ് എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവര്, ഇത്രയും ആൾക്കാരെ നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ ഒഴിപ്പിച്ചാൽ അതിന്റെ റിസ്ക് അസസ്മെന്റ് എന്താണ്? ഇൻഷുറൻസ്, അങ്ങനെ റിസ്ക് അസസ്മെന്റ് എല്ലാ ഫീൽഡിലും ഉണ്ട്. ബട്ട് ഫീൽഡ് ടു ഫീൽഡ് അതിന്റെ മീനിങ് മാറാണ്. ഓക്കെ, നെക്സ്റ്റ് ലീഗൽ. ഇവിടെ ലീഗൽ അല്ലെങ്കിൽ ലോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? കോർട്ട് ബേസ് ചെയ്തിട്ട്. ഓക്കെ, ലോ ടെർമിനോളജീസിൽ ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു
നിയമപരമായിട്ടുള്ള ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് കേട്ടോ ലിറ്റിഗേഷൻ. ഡെപ്പോസിഷൻ, അഫിഡവിറ്റ്, ജൂറിസ്ഡിക്ഷൻ, പ്രസീഡന്റ്. ഈ കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്ന ഈ MNCസുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ എന്താണ്? കോൺട്രാക്ട്സ്, അക്വിസിഷൻ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ ഞാൻ എന്റേതായിട്ട് ഒരു ഡിസൈൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്റെ കമ്പനിക്ക് വേണ്ടി ഒരു ലോഗോ ഞാൻ ഡിസൈൻ ചെയ്തു. അതിന് ഞാൻ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ് അതായത് മറ്റൊരാൾക്ക് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കാൻ വേണ്ടി പാറ്റന്റ് റൈറ്റ്സ് എടുക്കും. ഓക്കെ, യെസ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. യാ, സോ അതിനെയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് ഇത്രയും നോക്കിയാൽ മതി. നമ്മളിപ്പോ ഏതെങ്കിലും വലിയ കമ്പനിയുടെ സാധനങ്ങൾ, എല്ലാരും പൊതുവെ പറയാറില്ല, അഡിഡാസ് എന്നത് ഒരു വലിയ ഷൂവിന്റെ ബ്രാൻഡാണ്, അല്ലെങ്കിൽ സ്പോർട്സ് വെയറുകളുടെ ബ്രാൻഡാണ് അഡിഡാസ് എന്നത്. അതിന്റെ ഡ്യൂപ്പ് ഇറക്കുമ്പോ എന്താണ്? അബിബാസ് എന്ന പേരില്, അല്ലെങ്കിൽ അഡിബാസ് എന്ന പേരില്, അല്ലെങ്കിൽ അഡിഡാസിന് ശരിക്കും 3 ലൈൻസ് ആണ് എന്റെ ലോഗോയിലുള്ളത്. അല്ലെങ്കിൽ അത് 4 ലൈൻ ആവും, അല്ലെങ്കിൽ അത് 2 ലൈൻ ആവും. സെയിം ആയിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാത്ത എന്താണ്? നമ്മൾ സെയിം കോപ്പി ചെയ്താൽ പാറ്റന്റ് റൈറ്റ്സിന്റെ പേരിൽ എന്താണ്? അവർക്ക് ലീഗലി മൂവ് ചെയ്യാൻ സാധിക്കും. എഞ്ചിനീയറിംഗ്, നമ്മള് ടോപ്പിക്കിൽ നിന്നൊക്കെ പോകുന്നുണ്ടോ? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ ക്ലാസ് ആയ പോലെ. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഓടിച്ചു പോവാം. എഞ്ചിനീയറിംഗ് ഇസ് അനദർ ബിഗ് ഫീൽഡ്. ഒരുപാട് തരത്തിലുള്ള എഞ്ചിനീയറിംഗ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ, ഇലക്ട്രിക്കൽ, സോ ആൻഡ് സോ. ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഒരുപാടുണ്ട്. സോ ഓരോ എഞ്ചിനീയറിംഗ് അണ്ടറിൽ വരുന്ന അതിൻ്റെതായ ടെക്നിക്കൽ ടേംസ് ഡിഫറെന്റ് ആണ്. മാർക്കറ്റിംഗിലായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, മാർക്കറ്റ് റിസർച്ച്. ഞാൻ പറയാം, ഇന്ന് റിസർച്ചിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ സർവേസ്, ഫോക്കസ് ഗ്രൂപ്പ്സ്, കൺസ്യൂമർ ബിഹേവിയർ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ മീഡിയ അനലിറ്റിക്സ്. ഓക്കെ, ഇത്രയൊക്കെ പറഞ്ഞത് നിങ്ങൾ ഏത് ഫീൽഡാണോ, നിങ്ങൾ പഠിക്കുന്ന എന്താണോ ആ ഫീൽഡിലെ എല്ലാ വേർഡും നിങ്ങൾ അറിഞ്ഞിരിക്കുക, അതിന് നിങ്ങൾ അപ്ഡേറ്റഡ് ആവുക. ഓക്കെ, സോ our next topic is effective presentation skills. ഈ ഒരു ഫസ്റ്റ്, അതിന്റെ തൊട്ട് താഴെയുള്ള ലൈൻ ഒന്ന് എല്ലാവരും വായിക്കോ. When delivering a presentation, you are not only presenting your material, you are presenting yourself. ഞാൻ ഒരാളെ വിളിക്കാം, ആ ആൾ എനിക്ക് അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരണേ. സുജിത് കുമാർ. Hello, hi, good evening. Hi, good evening, Sujit. How are you? Yeah, I'm good. How are you? I'm too good, thank you. So can you please explain the meaning of the sentence? This is me. Yeah, this means something you are delivering. I mean, when you're presenting some speech, you are not only presenting your content, it means you are presenting your whole body or your behavior, your approach to the topic, and your understanding of your topics. So it means all in one. Like, so Very people good, will very understand. good. That is very much clear. Thank you so much for that, Sujit. യെസ്, സുജിത്ത് പറഞ്ഞതുപോലെ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു പ്രസന്റേഷൻ, ഇപ്പോ ഞാൻ ഇവിടെ ഈ പ്രസന്റേഷൻ ചെയ്യുമ്പോ പ്രസന്റേഷൻ എന്താണ് എന്നതിന്റെ ഒപ്പം തന്നെ ഞാൻ എന്താണും കൂടെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇതിപ്പോ എനിക്ക് ഇതേ പ്രസന്റേഷൻ എനിക്ക് പല സ്റ്റൈലിൽ ഇവിടെ പ്രസന്റ് ചെയ്യാം, അല്ലെ? സോ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ സെറ്റപ്പിൽ ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ ഏത് രീതിയിലും ഒരു പ്രസന്റേഷൻ ഡെലിവറി ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. 100 പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് ഈ 100 പേർക്കും ഒരു പ്രസന്റേഷൻ ചെയ്യാൻ എപ്പോഴും ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. ഓക്കെ, സോ കിട്ടുമ്പോൾ ദാറ്റ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നിങ്ങൾ എത്രമാത്രം അടിപൊളിയാണ്, നിങ്ങൾ എത്രമാത്രം കോമ്പീറ്റന്റ് ആണ്, സ്കിൽഡ് ആണ് എന്ന് നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണത്. ഓക്കെ, സോ കമ്പല്ലിംഗ് പ്രസന്റേഷൻസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വളരെയധികം കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രസന്റേഷൻസ് ആണ് കേട്ടോ. അതാണ് ടിപ്സ് ഓൺ ക്രിയേറ്റിംഗ് ആൻഡ് ഡെലിവറിംഗ് കമ്പല്ലിംഗ് പ്രസന്റേഷൻസ് ഇൻ ഇംഗ്ലീഷ്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരുപാട് വലിച്ചു വാരി എഴുതിയിട്ടില്ല. സ്പീക്ക് ടു ഓഡിയൻസ് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇപ്പോ ഏതെങ്കിലും ഒരു സ്റ്റഡി എടുത്ത് ഡിസ്കസ് ചെയ്യാനാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റ് മാത്രമാവരുത് നോക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവരുടെ ഒരു കോമൺ ഇൻട്രസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അവർ കേട്ടിരിക്കാൻ സാധ്യതയുള്ളതാണോ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഒരു സംഭവമായിരിക്കണം നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. ഓക്കെ, then spend enough time to properly prepare for your presentation. റിഹേഴ്സ് ചെയ്യുക. ഓക്കെ, പ്രസന്റേഷൻ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യുക. ഇന്ന് എല്ലാ പ്രസന്റേഷൻസും യു വിൽ ഹാവ് എ PPT, ദാറ്റ് ഇസ് ഇതുപോലെ ഒരു പവർ പോയിന്റ് ഉണ്ടാവും. മുമ്പ് പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ മേ ബി
നേരെ പോയി ജസ്റ്റ് ഓറലി മാത്രമായിരിക്കും. പക്ഷെ ഇന്ന് നമുക്കൊരു വിഷ്വൽ കണ്ടന്റ് ഉണ്ട്. സോ നല്ലൊരു വിഷ്വൽ കണ്ടന്റ് ഉണ്ടാക്കുക. ആദ്യമൊക്കെ ഞാൻ PPTs ഉണ്ടാക്കിയപ്പോ എന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അതില് വലിച്ചു വാരി എഴുതുക എന്നുള്ളതായിരുന്നു. ഐ യൂസ് ടു തിങ്ക് അതാണ് നല്ലൊരു PPT. ബട്ട് ദാറ്റ്സ് നോട്ട് ദ കേസ്. അതല്ല, അങ്ങനെയല്ല. ഓക്കെ, സോ പ്രസന്റേഷൻ ബെസ്റ്റ് ആക്കുക. അതുപോലെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതും റിഹേഴ്സ് ചെയ്യുക. ഡെവലപ്പ് കമ്പലിംഗ് കണ്ടന്റ് വിത്ത് ഡിസ്റ്റിങ്ക്ട് പോയിന്റ് ഓഫ് വ്യൂ. അതായത് ഒരു പ്രസന്റേഷനിലൂടെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ എപ്പോഴും ബെറ്റർ ആൻഡ് എഫക്റ്റീവ് എന്ന് പറയുന്നത് 1-2 കാര്യങ്ങൾ മാത്രം കൺവേ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് മാക്സിമം എഫക്റ്റീവ് ആയിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കുക. ബി കോൺഫിഡന്റ് ആൻഡ് എന്തൂസിയാസ്റ്റിക് അബൌട്ട് യുവർ ടോപ്പിക്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പ്രസന്റേഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കമ്പനിയിൽ എന്താണ് എംപ്ലോയ്മെന്റ് വെൽബീയിങ്ങിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കാൻ നിങ്ങളുടെ മാനേജർ പറഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടാസ്ക് എന്താണ്? എംപ്ലോയി വെൽബീയിങ്, അതായത് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി, ഒരു ബെറ്റർമെന്റിന് വേണ്ടി. സോ നിങ്ങൾ ഉണ്ടാക്കിയ ടോപ്പിക്കിന്റെ ഒരു മെയിൻ ഇതായിരുന്നു, 10 hours ആണ് നിങ്ങളുടെ വർക്കിംഗ് ടൈം. ഇറ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ടു 7 hours. കാരണം ഇൻക്രീസ്ഡ് വർക്കിംഗ് അവേഴ്സ് നിങ്ങളെ ടയേർഡ് ആക്കുന്നുണ്ട്, സോ പ്രൊഡക്ടിവിറ്റി കുറയുന്നുണ്ട് എന്നുള്ള കാരണങ്ങളൊക്കെ. നമ്മൾക്ക് എപ്പോഴാണ് കോൺഫിഡന്റ് സാധിക്കുക? നിങ്ങളുടെ മാനേജർ തിരിച്ച് നിങ്ങളോട് 10 hours എന്നുള്ളത് 7 hours ആക്കിയാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും എന്ന് എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചാൽ അതറിയില്ല സാറേ എന്നായിരിക്കരുത് റിപ്ലൈ. മറിച്ച് എന്തായിരിക്കണം, ഇങ്ങനെ ഒരു ടെക്നിക്ക് ഇന്ന സ്ഥാപനങ്ങളിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യുകയും എന്താണ് അതിന് പറ്റിയ റിസൾട്ട്സ് അല്ലെങ്കിൽ അതിന് അക്കോർഡിംഗ്ലി ആയിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾസ് കോട്ട് ചെയ്യുക, സ്റ്റഡീസ് കോട്ട് ചെയ്യുക. ഓക്കെ, സോ ബി കോൺഫിഡന്റ്. നമ്മൾ എന്താണോ പ്രസന്റ് ചെയ്യുന്നത് അതിൽ നമ്മൾക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കുക, കോൺഫിഡന്റ് ആയിരിക്കുക. ടേക്ക് സ്റ്റെപ്സ് ടു ആക്റ്റീവ്ലി എൻഗേജ് യുവർ ഓഡിയൻസ്. ആ ഒരു പ്രസന്റേഷനിൽ ത്രൂ ഔട്ട് ഒരു 1 way ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഹാഫ് ആൻ അവർ പ്രസന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു 5 minutes എങ്കിലും ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസസ് ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയൊക്കെയാണ് എഫക്റ്റീവ് പ്രസന്റേഷൻ സ്കിൽസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ ഇവിടെ ജസ്റ്റ് ചെറിയൊരു മോഡൽ കൊടുത്തേക്കാണ്. ദാറ്റ് ഈസ് കോൾ ടു അറ്റൻഷൻ. ദാറ്റ് ഈസ് ഒരു ഫസ്റ്റ് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രസന്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ കേട്ടിരിക്കണം, ഞാൻ ഡിഗ്രി കിട്ടുന്ന പ്രോഗ്രാം ആണ്, ഇൻപുട്സ് മാത്രമാണ് എന്നൊക്കെ. സോ എന്താണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ വൈ ഷുഡ്, രണ്ടാമത്തെ ഭാഗമായിട്ട് 3 to 5 5-ലധികം പോയിന്റ്സ് ഒന്നും ഒരിക്കലും. അതായത് സോ സെക്കൻഡ്, അതായത് ആ ഒരു ഇൻട്രൊഡക്ടറി കഴിഞ്ഞിട്ടുള്ള മെയിൻ മെസ്സേജ് ഡെലിവർ ചെയ്യുന്ന ഭാഗത്ത് ഒരുപാട് പോയിന്റുകൾ പറയരുത്. ഇപ്പൊ സ്ട്രെസ്സിന്റെ റീസൺസ് ആണ് പറയുന്നുണ്ടെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു 5 റീസൺസ് എടുക്കുക. നിങ്ങൾ എന്താണ് ഒരു 20 റീസൺസ് കൊണ്ട് ആൾക്കാർ ഓർത്ത് വെക്കാൻ പറ്റില്ല അത്രയും. ഓക്കെ, സോ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കുക. സപ്പോർട്ടിംഗ് പോയിന്റ്സ്. സപ്പോർട്ടിംഗ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതിനൊക്കെ എന്താണ് ഗ്യാരണ്ടി, അതിന് വേണ്ടിയിട്ട് റിയൽ ലൈഫ് എക്സാമ്പിൾസും സ്റ്റഡീസും കോട്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക. ഫൈനൽ വൺ ഇസ് കോൾ ടു ആക്ഷൻ. അതായത് ഈ നമ്മളിപ്പോ പ്രസന്റ് ചെയ്തതിന് ഒരു റിസൾട്ട് വേണ്ടേ. ഇപ്പൊ എന്റെ പ്രസന്റേഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് സ്പീക്കിംഗിൽ ബെറ്റർ ആവുക എന്നതാണ്. സോ നമ്മൾ കമ്പനിയിൽ ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ അത് മേ ബി ഒരു പുതിയ ബിസിനസ് പ്രപ്പോസൽ ആവാം, മേ ബി എംപ്ലോയി വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാവാം, പുതിയൊരു നോളജ് ഷെയർ ചെയ്യാനാവാം. സോ അതിന്റെ ഒരു റെസ്പോൺസ് എന്തായിരിക്കണം എന്നും കൂടെ ഉള്ളത് നിങ്ങൾ ക്ലിയർ ആക്കുക. ഓക്കെ, സോ വളരെ ഷോർട്ട് ആയിട്ട് ഈ ഒരു മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നില്ല കേട്ടോ. വളരെ ഈസി ആയ എന്നാൽ എഫക്റ്റീവ് ആയ ഒരു മെത്തേഡ് ഞാനിവിടെ കൊടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, സ്റ്റാർട്ടിംഗ് വിത്ത് കോൾ ടു അറ്റൻഷൻ. നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു പ്രസന്റേഷൻ ശ്രദ്ധിക്കണം എന്നതിൽ നിന്ന് നമ്മൾ കോൾ ടു ആക്ഷൻ വരെ എത്തിക്കുക എന്നതാണ്. അതായത് ആ ഒരു പ്രസന്റേഷന്റെ ഭാഗമായി ആൾക്കാർക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. ആക്ച്വലി എനിക്ക് നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരണം എന്നുണ്ട്, ബട്ട് അത് പ്ലേ ആവോ എന്ന് നോട്ട് ഷുവർ. ഞാൻ പ്ലേ ചെയ്യാം, നിങ്ങൾക്ക് ഓഡിബിൾ ആവുന്നുണ്ടോ എന്ന് പറയാം. ഞാൻ ഒരു 30 seconds പ്ലേ ചെയ്യാം, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്യാണ്. സോ ഞാൻ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് മെന്റേഴ്സ് ത്രൂ ഷെയർ ചെയ്യാം. ഓക്കെ,
നിങ്ങൾ എല്ലാവരും കേൾക്കുക. അതായത് ഒരു ഒരു ഗുഡ് പ്രസന്റേഷൻ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഡ് പ്രസന്റേഷനും ഗുഡ് പ്രസന്റേഷനും ഉള്ള ഒരു ഷോർട്ട് വീഡിയോ ആണത്. ഓക്കെ, നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ വാച്ച് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കിന്റെ സ്റ്റാർട്ടിങ് അതായിരിക്കും. ഇപ്പൊ ലാസ്റ്റ് വീക്ക് നിങ്ങൾക്ക് ഞാൻ മോക്ക് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞതുപോലെ ഈ വീക്ക് നിങ്ങൾ ആ വീഡിയോ കണ്ട് നെക്സ്റ്റ് വീക്ക് അതിന്റെ ഒരു സമ്മറി എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, ദാറ്റ് വിൽ ബി യുവർ ആക്ടിവിറ്റി. ഐ വിൽ ബി ഷെയറിംഗ് ദിസ് വീഡിയോ ത്രൂ യുവർ മെന്റേഴ്സ്. ഓക്കെ, ബാഡ് പ്രസന്റേഷൻ വേഴ്സസ് ഗുഡ് പ്രസന്റേഷൻ. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇവിടെ ഇട്ട് തരാം. ഓക്കെ, കോപ്പി ആൻഡ് പേസ്റ്റ്. നിങ്ങൾ അത് ഇപ്പൊ തന്നെ നിങ്ങളുടെ എവിടേക്കെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചോളൂ. Okay, so that you don't miss it out. Okay, I really want you all to watch it, and നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ സബ്ടൈറ്റിൽസ് ഓൺ ആണ് എന്ന് ഷുവർ ആക്കുക കേട്ടോ. ബിക്കോസ് അവർ പറയുന്ന ആക്സെന്റിൽ എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് സബ്ടൈറ്റിൽസിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ ഇപ്പൊ അത് വാച്ച് ചെയ്യാൻ പോയി വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി 8:45. ആക്ച്വലി ഐ എം വെരി മച്ച് ഇൻട്രസ്റ്റഡ്. നിങ്ങൾ അത് കണ്ടു വന്നിട്ട് അതിന്റെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഐ ആം വെരി മച്ച് ഇൻട്രസ്റ്റഡ്. പക്ഷെ 8:43 അങ്ങനെ ചെയ്യണോ? Will you be all back by 8:43? 8:40? No, it's 5-minute video. നിങ്ങൾ അത് കണ്ടുവരുമ്പോൾ നല്ല ലാഗ് അടിക്കും. ഞാനത് 0.5 സ്പീഡിൽ ഇട്ടിട്ട് കാണിക്കാന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഓക്കെ, എന്തായാലും ആ വീഡിയോ കാണുക, അനലൈസ് ദാറ്റ് വീഡിയോ. ആ വീഡിയോ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ബേസിക്കലി ആ വീഡിയോ എത്രയേ ഉള്ളൂ. A guy is presenting in his class a history topic. എന്താണ് ആ കുട്ടി ചെയ്യുന്നത്? I'll read it out. Okay. Recreation of sensory imageries, reimagination of motor imageries, proprioceptive responses of original emotion, recall of awareness of transcoded details, sensory registration of the cue, semantic interpretation of the cue, assessing source memory of time and place, sensory motor imageries, effects, neural binding. ഇങ്ങനെ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് 5 minutes പ്രസന്റ് ചെയ്യാണ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ മൈ പ്രസന്റേഷൻ ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, നാളെ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് തരാനുള്ള കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസംസ് എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ വാട്ട് വിൽ ബി യുവർ കമന്റ്സ്? കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്തുന്ന പോലെയാണ്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, സോ മൈ ക്വസ്റ്റ്യൻ വാസ്, ഞാൻ ആ പ്രസന്റ് ചെയ്ത രീതി കണ്ടില്ലേ? ദാറ്റ് ഇസ് കംപ്ലീറ്റ് ബുക്ക് നോക്കിയിട്ട് അറിയാതെ, യാതൊരു വിധത്തിലുള്ള ഇന്ററാക്ഷനും ഇല്ലാതെ, ഐ കോണ്ടാക്റ്റും ഇല്ലാതെ നേരെ കാര്യങ്ങൾ വായിച്ചു പോവാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, നാളെ ഞാൻ നിങ്ങൾക്ക് പ്രസന്റേഷൻ ചെയ്യുന്നുണ്ട്, എന്താണ് എനിക്ക് തരാനുള്ള, വാട്ട് ആർ ദ constructive criticisms that you can give me? ഞാൻ ഇങ്ങനെ ബുക്ക് നോക്കി വെച്ചിട്ട് ഇങ്ങനെ പറയുന്നു, IIM Bangalore, Ahmedabad, Calicut, Aligarh conference, Monday, Tuesday I have to complete my work, sensory registration of the cue, detection of presence of recognition, props are used to stimulate brain of a subject, purpose of eliciting evoked and individual responses, contents of props are associated to various aspects of the crime, auditory props, and thank you. ഇതായിരുന്നു എന്റെ പ്രസന്റേഷൻ. എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നോട് ബെറ്റർ ആക്കാൻ പറയുക? ടെൽ മീ യുവർ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസംസ്. വേഗാവട്ടെ, വി ഡോണ്ട് ഹാവ് ടൈം, we've got 2 more topics to cover. ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ഡെമോ കാണിച്ച രീതിയിലാണ് എന്റെ സ്പീക്ക് ക്ലിയർലി. വെരി ഗുഡ്, താങ്ക് യു. ആൻഡ് ദെൻ നെക്സ്റ്റ്, ഇറ്റ്സ് നോട്ട് എ പ്രസന്റേഷൻ, ഇറ്റ്സ് ജസ്റ്റ് എ റീഡിങ്. എക്സാക്ട്ലി, അതായത് ആ വീഡിയോയിൽ ശരിക്കും ബാക്കിൽ ഒരു പ്രസന്റേഷൻ ഉണ്ട്. അപ്പോ എന്താണ് പ്രസന്റേഷൻ എന്ന പേരിൽ അവിടെ നടക്കുന്നത് വെറും ഒരു റീഡിംഗ് ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു മറിയം, നിമ, നാസർ സെയ്ദ്, വെരി ഗുഡ്. Specify the points, explanation. Okay, very good, Padmapriya. To be audible. Okay. To be audible എന്നല്ല പറയാ, to be loud എന്നാണ് കേട്ടോ പറയാ. Okay. Body language. Okay, yes. Read slowly. Okay, thank you. It should be interactive mode. Very good, Lata Kumari. Then Shamima, explain it clearly. Okay, read each sentence as you mean it. Exactly. വെറുതെ വായിച്ചു പോവാതെ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് കൺവേ ചെയ്യുന്ന ഒരു ടോണിൽ വായിക്കുക.
Very good. Focus on your audience needs. Exactly, Amal Joseph. Thank you for that. It's better if you make an eye contact with the audience. It's better എന്നല്ല, I must. അതൊരു compulsion ആണ്. എന്നാൽ മാത്രമേ ഒരു presentation effective ആവുകയുള്ളൂ. Very good. Eye contactന്റെ കാര്യം അനീസ് പറഞ്ഞിട്ടുണ്ട്, അഭിഷ പറഞ്ഞിട്ടുണ്ട്. Thank you. Please read slow and steady. Okay, thank you, Jason. Presentation is delivering to others. Hasina പറഞ്ഞത് എനിക്ക് clear ആയിട്ടില്ല കേട്ടോ. Okay. Thank you for all your constructive comments. Okay, even your comments were good. Okay, thank you. ഈ വീഡിയോ വാച്ച് ചെയ്യാൻ മറക്കരുത്. എൻഡ് ഓഫ് ദ സെഷൻ ഞാൻ ആ ലിങ്ക് മിസ്സായവർക്ക് ഒന്നുകൂടി ഇട്ട് തരാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ എവറി വീക്ക് നമ്മളൊരു റോൾ പ്ലേ ചെയ്യാറില്ലേ? സോ ഇന്നത്തെ ടോപ്പിക് ഇസ് ബിസിനസ് നെഗോസിയേഷൻസ് ആൻഡ് മീറ്റിംഗ്സ്. നെഗോസിയേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു തീരുമാനത്തിൽ എത്തുക അല്ലെ, ഒരു ചർച്ചയിൽ നെഗോഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ എത്തുന്നതിനെയാണ് നെഗോഷിയേറ്റ്. നമ്മൾ തമ്മിൽ സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, സോ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഫോക്കസ് ഓൺ അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്, നെഗോസിയേഷൻ ടാക്ടിക്സ് ആൻഡ് പ്രൊഫഷണൽ എറ്റിക്വറ്റ്. നമ്മൾ മുമ്പത്തെ ഒരു സെഷനിൽ നെഗോസിയേഷൻ അല്ലെങ്കിൽ പെർസ്വേഡിങ് അല്ലെങ്കിൽ കൺവിൻസിങ് ആയിട്ടുള്ള വേർഡ്സും ലാംഗ്വേജസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നു. ഓക്കെ, സോ ഒരു കൺസിഡർ ചെയ്യാൻ മതി. ഞാനിവിടെ ഒരു സ്റ്റാർട്ടിങ് ഇട്ടിട്ടുണ്ട്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നിങ്ങൾ എനിക്ക് കമന്റ്സിൽ ആൻസർ തരേണ്ടത്. ദാറ്റ് ഇസ്, കൺസിഡർ സാറ ആൻഡ് ക്രിസ് ആർ ടു CEOs ഓഫ് ഡിഫറെന്റ് കമ്പനീസ്. അതായത് സാറക്കും സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ട്, ക്രിസിനും സ്വന്തമായിട്ട് മറ്റൊരു കമ്പനി ഉണ്ട്. ഓക്കെ, ബോത്ത് ഓഫ് ദം ആർ CEO ഓഫ് ഡിഫറെന്റ് കമ്പനീസ്. സോ സാറ ആൻഡ് ക്രിസ് ആർ ഫ്രണ്ട്സ്, ബട്ട് ഓൾസോ എന്താണ്, അവര് ഇൻഫോർമലി ഫ്രണ്ട്സ് ആണ്, ബട്ട് ഫോർമലി എന്താണ്, രണ്ട് സ്ഥാപനങ്ങളുടെ CEO ആണ്. സോ സാറ is asking Chris, hey Chris, I was thinking about, can we collaborate for your company's upcoming project? What do you think about each of us taking on specific responsibilities? എന്റെ കമ്പനിക്ക് നല്ല ഒരു പ്രൊജക്ട് കിട്ടി. അപ്പോ മറ്റൊരു കമ്പനിയുടെ CEO വന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രൊജക്ടിന്റെ ഭാഗമാവാൻ അല്ലെങ്കിൽ അതിൽ പാർട്ട്ണർ ചെയ്യാൻ അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്യാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. What do you think about each of us taking on specific responsibilities? അത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്, ഈസി അല്ലേ? ഒരു പ്രൊജക്ട് ഡിവൈഡ് ചെയ്താൽ ഈസി ആവില്ല, അങ്ങനെയല്ല. നമ്മളൊരു ബിസിനസ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ എന്താണ്, ക്രെഡിറ്റ് ഷെയർഡ് ആവുകയാണ്. നമ്മുടെ കമ്പനിക്ക് മാത്രം കിട്ടേണ്ട ക്രെഡിറ്റ് മറ്റൊരു കമ്പനിക്കും കൂടെ പോവുകയാണ്. ആ പ്രൊജക്ടിന്റെ കിട്ടേണ്ട പ്രോഫിറ്റ് ഷെയർഡ് ആവുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. സോ ക്രിസ് കൊടുക്കുന്ന റിപ്ലൈ, സൗണ്ട്സ് ഗുഡ് സാറ, വാട്ട് ഡിഡ് യു ഹാവ് ഇൻ മൈൻഡ്? അതായത് നിന്റെ മൈൻഡിൽ എന്തായിരുന്നു ഉള്ളത് അല്ലെങ്കിൽ എന്താണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. സോ സാർ കൊടുക്കുന്ന റിപ്ലൈ ആണ് എനിക്ക് നിങ്ങളുടെ കമന്റ് ബോക്സിൽ വേണ്ടത്. ഏത് രീതിയിലാവാം സാറ കൊളാബറേറ്റ് ചെയ്യാൻ, കമ്പനിയുടെ അപ്കമിങ് പ്രോജക്റ്റിന് ഏത് രീതിയിലാണ് സാറ കൊളാബറേറ്റ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്ലൈ വേണം കേട്ടോ. കാരണം ഇതെന്താണ്, ഒരു ബിസിനസ് നെഗോസിയേഷൻ ആണ്, നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഐ നീഡ് എ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. സാറ എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്? ഒരിക്കലും സാറക്ക് ഒരു 50-50 പ്രോഫിറ്റ് ഒന്നും ചോദിക്കാൻ പറ്റില്ല. കാരണം ഈ പ്രോജക്റ്റ് ക്രിസിന്റെ കമ്പനിയുടെ ആണ്. സോ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, 70-30 അല്ലെങ്കിൽ 75-25 എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ ഇത്ര ശതമാനം വർക്ക് ഫോഴ്സ് നിനക്ക് തരാം എന്ന രീതിയിലേക്കാണ് നെഗോഷിയേറ്റ് ചെയ്യുക. ഒരിക്കലും കൊളാബറേഷനിൽ 50-50 എന്ന നിലക്ക് പറ്റില്ല. ബിക്കോസ് ഇത് ക്രിസിന്റെ കമ്പനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ആണ്. യു മേ ഓൾ സ്റ്റാർട്ട്. ഞാനാണ് ക്രിസ് എന്ന് വിചാരിക്കുക. സോ എന്നെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ, അതായത് നിങ്ങളുടെ കമ്പനിയെ കൂടെ എന്റെ കമ്പനിയുടെ പ്രൊജക്റ്റിൽ കൊളാബറേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്നെ നെഗോഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യുക. ടോൾഡ് ഇസ് കറക്റ്റ്, അതിൽ തെറ്റില്ല. പക്ഷെ ഒരു നെഗോസിയേഷൻ അത് പോരാ. കാരണം എന്താണ്, ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് അല്ലേ. ഒരു കമ്പനിക്ക് കിട്ടിയ ഒരു പ്രൊജക്റ്റുമായി നമ്മൾ കൊളാബറേറ്റ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ഒരു കമന്റ് പോരാ. വി നീഡ് എ ഡീറ്റെയിൽഡ് ആൻസർ. പ്ലീസ് ട്രൈ ടു വർക്ക് ഓൺ ദ സ്റ്റേറ്റ്മെന്റ് അഗെയിൻ. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് എങ്ങനെയൊന്നും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. എന്ത് പറ്റി എനിക്ക് റിപ്ലൈസ് വരാത്തത്? ഐ മീൻ നിങ്ങളുടെ അടുത്തുനിന്ന് റിപ്ലൈസ് വരേണ്ട ഒരു ടൈം കഴിഞ്ഞല്ലോ. തന്ന ടാസ്ക് ഭയങ്കര no. Okay, I'm getting replies. We can work together
Maybe I think I have a good team. We can make a long understanding about this project. Highly qualified key potentials make this project become profitable compared to your previous works. Okay, that's a very good try, Jason. It was a very good try, but still, ഇതിനേക്കാൾ കൂടുതൽ I expect കുറച്ചും കൂടെ ക്രിസ്പ് ആയിട്ട്, അതായത് ഏത് രീതിയിലാണ് സാറയുടെ കമ്പനി ക്രിസിന്റെ കമ്പനിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു റിപ്ലൈയിലേക്ക് എനിക്ക് കിട്ടണം. ഓക്കെ, ഇതിൽ ഇൻസ്റ്റാൾഡ് ക്വാളിഫൈഡ് ടീംസ് ഉണ്ട്, പ്രോഫിറ്റ് കൂട്ടാൻ സാധിക്കും. പക്ഷെ എങ്ങനെയാണ് ഇതിന്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? പിന്നെ ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, what do you think about each of us taking on specific responsibilities? എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഷെയർഡ് ആവാൻ പോകുന്നത്? Sara has well-skilled associates for this kind of specific project. Okay, അത് ഓക്കെ. അപ്പോഴും പ്രോഫിറ്റ് ഷെയറിംഗ് എങ്ങനെയായിരിക്കും, റെസ്പോൺസിബിലിറ്റി ഷെയറിംഗ് എങ്ങനെയായിരിക്കും? ഐ നീഡ് റിപ്ലൈസ് ഓൺ ദാറ്റ്. നിങ്ങൾ ആരും അയച്ചിരിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. ഐ എം ജസ്റ്റ് ടെലിംഗ് യു ടു make it even more better. I have some ideas, and improving our company profit will be shared 75 to 25. Okay, but I wanted an improved answer. എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് അങ്ങനെ? ഇത് ഇപ്പൊ എല്ലാവരും ഒരു പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ എല്ലാ പോയിന്റ്സും കൺസോളിഡേറ്റ് ചെയ്താൽ എനിക്ക് വേണ്ട ആൻസർ ഇവിടെ കിട്ടും. ഫോർ എക്സാമ്പിൾ, ജെയ്സന്റെ ആൻസറിൽ നിന്ന് you can get that Sara's company has a good team. So combining that, your profit can be improved and the profit share will be 75 to 25% എന്നുള്ളത് ഈ രണ്ടും, that is രാഗേഷിന്റെ പോയിന്റും ജെയ്സന്റെ പോയിന്റും കമ്പൈൻ ചെയ്താൽ that is a satisfying answer. If we work together with the skilled employees of both the teams, we can complete the project before the deadline. Okay, പക്ഷെ ക്രിസിന്റെ കമ്പനിക്ക് ഓൾറെഡി സാറയുടെ കമ്പനിയുടെ സപ്പോർട്ട് ഇല്ലാതെയും ഓക്കെ, ഇങ്ങനത്തെ നെഗോസിയേഷനില് എന്താണ് ക്രിസിന്റെ കമ്പനിക്ക് ഉണ്ടാവാൻ പോകുന്ന നേട്ടങ്ങൾ? അതായത് ഇപ്പോ സാറയുടെ കമ്പനിക്ക് ക്രിസിന്റെ കമ്പനിക്ക് സാറയുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ഡെഡ് ലൈനിന് മുമ്പ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ക്രിസ് പ്രപ്പോസ് ചെയ്തതല്ല, സാറയാണ് ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ആർ ദി അതർ ബെനിഫിറ്റ്സ് ഇങ്ങനെ എന്താണ് കൊളാബറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവും? ഓക്കെ, ഐ ജസ്റ്റ് ഗിവ് യു ഫ്യൂ ഐഡിയാസ്. ഈ ഒരു പ്രൊജക്റ്റില് നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മൾക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we can take up even bigger projects and do it together. And എന്താണ് പ്രോജക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നടത്താം, അങ്ങനെയുള്ള എഗ്രിമെന്റ്സ് വെക്കാം. ഓക്കെ, പോസിബിലിറ്റീസ് നോക്കാം. ഈ ഒരു ബിസിനസ് നെഗോസിയേഷനിൽ വർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീക്ക് നമുക്ക് വേറൊരു റോൾ പ്ലേയും കൂടെ വർക്ക് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക്. ദ മോർ യു വർക്ക്, ദ മോർ യു ഏൺ. വി കൻ വർക്ക് ടുഗെദർ. ഇങ്ങനത്തെ ഡയലോഗ്സ് പോരാ നെഗോസിയേഷനിൽ. വി നീഡ് എക്സാക്ട് പോയിന്റ്സ്. Our company profiles are exact match, and if you look into our past events, it's clear that our projects were astonishing. This is because we had skilled, experienced workers for the project, and if we do it as a joint venture, we could finish the project before the expected date of submission, so you can get bonus profit from your client. Swadish, okay, he deserves a clap. That is a very satisfying answer. Joint venture ennolla word vannu adile, bonus profit ennolla word vannu adile. Okay, that is a very satisfying answer. Okay, by this നിങ്ങൾ നിർത്തിക്കോളൂ. ഓക്കെ, ഇതിന്റെ റിപ്ലൈസ് നിർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, ഇവിടെ ഇപ്പൊ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും റെഫർ ചെയ്യാൻ പറ്റിയ ഒരു ആൻസർ സ്വാദിഷിന്റെ ആണ് കേട്ടോ. അത് മാത്രമാണ് ശരി എന്നല്ല, നിങ്ങൾ അയച്ചതെല്ലാം ശരികൾ തന്നെയാണ്. ബട്ട് നിങ്ങൾ അയച്ചത് എന്താണ് ഒരു ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് ആൻസർ സ്വാദിഷിന്റെ ആണ്. So in my mind, I think about in my company and your company to get 75 to you and 25 to you. Mariam, ചെറിയ mistake ഉണ്ടല്ലോ അതില്. We need some effort from your way also. We can make some agreement for this project by advertising. Advertise ചെയ്ത് നമുക്ക് agreement ഉണ്ടാക്കാൻ സാധിക്കുമോ? മറിയം, അതിലൊന്നും കൂടെ വർക്ക് ചെയ്യണം. There are mistakes. Okay. So with that, നമ്മൾ ഈ ഇത് ബിസിനസ് നെഗോസിയേഷൻസ് നിങ്ങൾ എന്നെ ഒന്നിരുന്ന് വർക്ക് ചെയ്യണേ. ഞാനിപ്പോ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ചെയ്തിരുന്ന റോൾ പ്ലേസ് വളരെ ബേസിക് ആയിരുന്നു. ഞാൻ അതിൽ നിന്നൊരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇട്ടത് കുറച്ചും കൂടെ കാര്യങ്ങൾ എന്താണ് ഒരു ബേസ് ലൈനിൽ നിന്ന് നമ്മൾ അടിത്തറ കഴിഞ്ഞു അടുത്ത ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു.
ഓക്കെ, നെക്സ്റ്റ് ഇസ് ഒരു സ്കിൽ ബിൽഡിംഗ് വർക്ക്ഷോപ്പ്. അതിൽ പ്രൊഫഷണൽ റൈറ്റിംഗ് ആണ്. നമ്മൾ ഇത്രയും നേരം പ്രൊഫഷണൽ പ്രസന്റേഷനും നമ്മൾ അധികവും കോൺസെൻട്രേറ്റ് ചെയ്യാറ് സ്പീക്കിങ്ങിലാണ്. നമുക്ക് ഒരിക്കലും സ്പീക്ക് ചെയ്യുന്ന പോലെ എഴുതാൻ സാധിക്കില്ല. സ്പീക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 500 വേർഡ്സിൽ പറയുന്ന കാര്യം എഴുതുമ്പോൾ നമ്മൾ ഒരു 200 വേർഡ്സിലായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, പറയുന്ന പോലെയല്ല. ഒരുപാട് ഞാനിപ്പോ ഈ സെഷനിൽ പറയുന്ന അത്രയും കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി തന്നാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ഈ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ PPT-യിലുള്ളത്. ഈ PPT-യിലുള്ളത് എക്സ്പാൻഡ് ചെയ്താണ് ഞാൻ പറയും. ഓക്കെ, സോ റൈറ്റിംഗ് സ്കിൽസ് വേറെ ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് വേറെ. ബോത്ത് ആർ എൻറ്റയർലി ഡിഫറെന്റ്. ഓക്കെ, സോ നമ്മൾ സ്പീക്കിംഗ് സ്കിൽസിന്റെ ഇടയിൽ വി ഓൾസോ ഹാവ് ടു ഇൻക്ലൂഡ് റൈറ്റിംഗ് സ്കിൽസ്. സോ കുറച്ച് പോയിന്റ്സ്, അത് റിപ്പോർട്ട്സ് എഴുതാനാവട്ടെ, പ്രപ്പോസൽസ് എഴുതാനാവട്ടെ, ഇമെയിൽസ് എഴുതാനാവട്ടെ. റിപ്പോർട്ട്സ് പലതരത്തിലുണ്ടാവും. ആനുവൽ റിപ്പോർട്ട്സ് ഉണ്ടാവാം, ഓരോ പ്രൊജക്ടിന്റെ പ്രോജക്ട് റിപ്പോർട്ട്സ് ഉണ്ടാവാം, മന്ത്ലി റിപ്പോർട്ട്സ് ഉണ്ടാവാം, മീറ്റിംഗ്സ് കഴിഞ്ഞിട്ട് മീറ്റിംഗ് റിപ്പോർട്ട്സ് ഉണ്ടാവാം. പ്രപ്പോസൽസ് എന്താണ്? പുതിയ എന്താണ് ബിസിനസ് പ്രപ്പോസൽസ് ഉണ്ടാവാം, പുതിയ പ്രോജക്ട് പ്രപ്പോസൽസ് ഉണ്ടാവാം. ദെൻ ഇമെയിൽസ്, നമ്മൾ കമ്പനി വിത്തിൻ കമ്പനി അയക്കുന്നത്, കമ്പനി ടു അനദർ കമ്പനി അയക്കുന്നത്, എംപ്ലോയി ടു മാനേജർ, ഏത് രീതിയിലുള്ള പ്രൊഫഷണൽ റിപ്പോർട്ട്, പ്രപ്പോസൽ, ഇമെയിൽ ആവട്ടെ, പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ ഇസ് കോൺസൈസ് ആയിരിക്കുക. കോൺസൈസ് ആവുക എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞിരുന്നു, വേർഡ്സ് ചുരുക്കി എന്നാൽ കൺവേ ചെയ്യേണ്ട കാര്യങ്ങൾ കൺവേ ചെയ്യുക. ദാറ്റ് ഇസ് ബഡ്ജറ്റ് യുവർ വേർഡ്സ് വൈസ്ലി, എൻഷുർ യുവർ റൈറ്റിംഗ് കണ്ടെയ്ൻസ് ഓൺലി വേർഡ്സ് നെസസറി. ആക്ച്വലി ഇതിന്റെ താഴേക്ക് തന്നെ എനിക്കിത് വലിച്ചു നീട്ടി ഇതിനെ പരത്തി ഓരോ സ്ലൈഡിലും, ഇതിപ്പോ ഞാൻ 5 പോയിന്റ്സ് ആണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇത് 5 സ്ലൈഡ്സ് ആയിട്ട് ഉണ്ടാക്കാം, ഒരു സ്ലൈഡിൽ 5 പോയിന്റ്സ് ആയിട്ട് ഉണ്ടാക്കാം. സോ പ്രൊഫഷണൽ റൈറ്റിംഗ് എന്തുമാവട്ടെ മാക്സിമം ഷോർട്ട് ആക്കുക. ദ ഷോർട്ടർ ഇറ്റ് ഇസ് ദ ബെറ്റർ ഇറ്റ് ഇസ്. ഓക്കെ, വലിച്ചു നീട്ടി വലുതാക്കുന്നതിലല്ല അതിന്റെ ഒരു ഡെവലപ്ഡ്. നമ്മൾ വിചാരിച്ച കുറെ എഴുതിയാൽ ഇറ്റ് ഇസ് ഡെവലപ്ഡ്. നോ, ഏറ്റവും ഷോർട്ട് ബട്ട് എല്ലാം കൺവീഡ് ആണ് എന്നുള്ള ഫോമാണ് ഏറ്റവും ബെസ്റ്റ് ഫോം. സെക്കൻഡ് വൺ ഇസ് ഗ്രാമർ. പലരോടും ഗ്രാമർ കറക്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർ പറയും സംഭവം മനസ്സിലാവുന്നില്ലേ, പിന്നെ എന്തിനാ ഗ്രാമർ എന്നുള്ളത്. ഗ്രാമാറ്റിക്കൽ എറർ എന്ന് പറയുന്നത് ഒരു അൺപ്രൊഫഷണലിസം കാണിക്കുന്നതാണ്. അതായത് എന്താണ്, നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് മെയിൽ റീചെക്ക് ചെയ്തിട്ടില്ല, പ്രൂഫ് റീഡ് ചെയ്തിട്ടില്ല. ഈ റീചെക്ക് ചെയ്യുക, പ്രൂഫ് റീഡ് ചെയ്യുക എന്നൊക്കെ പ്രൊഫഷണലിസത്തിന്റെ ഭാഗമാണ്. സോ ഹാവിംഗ് മിസ്റ്റേക്സ് ഇസ് എ പാർട്ട് ഓഫ് അൺപ്രൊഫഷണലിസം. സോ ഗുഡ് ഗ്രാമർ എന്താണ്? പോർട്രേസ് അറ്റൻഷൻ ടു ദ ഡീറ്റെയിൽ. നമ്മൾ പറയുന്ന ഡീറ്റെയിൽസിന് ഇപ്പോ ഓഫ് വേണ്ടടുത്ത് വിത്ത്, ഓൺ വേണ്ടടുത്ത് അറ്റ്, നമുക്ക് വായിക്കുമ്പോൾ തന്നെ എന്താണ് ഒരു ബന്ധം കണക്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. സോ ടേക്ക് കെയർ ഓഫ് ദ ഗ്രാമർ. ദെൻ സ്പീക്കിംഗ് ആവട്ടെ, റൈറ്റിംഗ് ആവട്ടെ, നോ യോർ ഓഡിയൻസ്. നിങ്ങളുടെ ആനുവൽ റിപ്പോർട്ട് നിങ്ങളുടെ മാനേജറിന് പ്രസന്റ് ചെയ്യാൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ യു കെൻ യൂസ് ഓൾ ദ ടെക്നിക്കൽ ടേംസ്, കാരണം നിങ്ങളുടെ മനസ്സിലാവും. പക്ഷെ നിങ്ങളുടെ കമ്പനിയുടെ ഒരു ആനുവൽ റിപ്പോർട്ട് നിങ്ങൾ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങളുടെ കമ്പനിയുടെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന അത്ര ടെക്നിക്കൽ ടേംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ IT ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് അറിയുന്ന അത്ര ടെക്നിക്കൽ ടീംസ് സാധാരണക്കാർക്ക് അറിയില്ല. സൈബർ സെക്യൂരിറ്റി, ഫിഷിംഗ് എന്നൊക്കെ സാധാരണക്കാരെടുത്ത് പറഞ്ഞാൽ അറിയില്ല. സോ അതുകൊണ്ട് തന്നെ ഓഡിയൻസിനെ മനസ്സിലാക്കുക, അതനുസരിച്ച് വൊക്കാബുലറി ചൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് പേർപ്പസ്. എന്താണ് നിങ്ങളുടെ പേർപ്പസ് എന്നുള്ളത് ക്ലിയർ ആയിരിക്കുക. മേക്ക് ഷുവർ യുവർ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഹാസ് എ സിംഗിൾ ക്ലിയർ പേർപ്പസ് റാദർ ദാൻ മൾട്ടിപ്പിൾ പോയിന്റ്സ്. ഇപ്പോ നിങ്ങൾക്ക് സാലറി ഇൻക്രിമെന്റിനും എന്താണ് മാനേജറിന്റെ മെയിൽ അയക്കണം, ഓൾസോ നിങ്ങൾക്ക് ലീവ് വേണം. ഇത് രണ്ടും കൂടി ഒരു മെയിലില് അയക്കല്ല ചെയ്യുന്നത്, മറിച്ച് എന്താണ് മേക്ക് സെപ്പറേറ്റ് മെയിൽസ് ഫോർ ഇറ്റ്. ഒരു ബിസിനസ് ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡോക്യുമെന്റിൽ ഒറ്റ കാര്യം കൺവേ ചെയ്യുക. ഓക്കെ, എന്താണ് ഒരു ബിസിനസ് റിപ്പോർട്ടും ഒരു മന്ത്ലി റിപ്പോർട്ടും കൂടെ കമ്പൈൻ ചെയ്യരുത്. ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഡിഫറെന്റ് ആയിരിക്കണം, മന്ത്ലി റിപ്പോർട്ട് ഷുഡ് ബി ഡിഫറെന്റ്. ഓക്കെ, സോ എന്താണ് എല്ലാം വളരെ പ്രിസൈസ് ആയിരിക്കുക. ഒരു റൈറ്റിംഗ് ഒരു പേർപ്പസ് മാത്രം സെർവ് ചെയ്യുന്ന രീതിയിലായിരിക്കാം. നെക്സ്റ്റ് ടോൺ. നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമല്ലേ ടോൺ ഉള്ളത്, എഴുതുമ്പോൾ ടോൺ ഉണ്ടോ? ഇസ് ദെയർ എ ടോൺ വെൻ വി റൈറ്റ്? സംസാരിക്കുമ്പോൾ ഓക്കെ, നമ്മുടെ ഈ വോയിസ് മോഡുലേഷൻ പറയുന്ന ടോൺ ഓക്കെ, നമ്മൾ ആ സംസാരിക്കുമ്പോൾ ഉള്ള ടോൺ പോലെ എഴുതുമ്പോൾ ഉള്ള ടോൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് ടു ദ പോയിന്റ് ക്വിക്ലി, focus on what's relevant and use a tone that fits your audience.
ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ മാനേജറിന് അയക്കുന്ന മെയിലിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ മാനേജറിന് കൊടുക്കുന്ന റിപ്പോർട്ടിൽ കാര്യങ്ങൾ വളരെ ഡയറക്റ്റ് പറയാം. ദാറ്റ് ഇസ് ഗെറ്റ് ടു ദ പോയിന്റ് ക്വിക്ലി. ആ ഒരു ടോണിൽ പറയാം. കാരണം എന്താണ്, മാനേജറിന് അത് മനസ്സിലാവും. ബട്ട് വൈൽ ടോക്കിംഗ് വിത്ത് ദ കോമൺ പോപ്പുലേഷൻ അല്ലെങ്കിൽ സാധാരണക്കാരുടെ അടുത്ത് ഒരു കാര്യം കൺവേ ചെയ്യുമ്പോൾ നിങ്ങളുടെ റിട്ടേൺ ടോൺ എന്തായിരിക്കണം? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്, ആ ഒരു ടോൺ എന്തായിരിക്കും? എന്താണ്, വളരെ ആകർഷകമായ വിലയിൽ, വിലക്കുറവിൽ അധികം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റൈറ്റിംഗിൽ ഒരു ടോൺ ഉണ്ട്. നമ്മൾ എന്താണ്, ഹ്യൂമർ യൂസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗ്സ് യൂസ് ചെയ്തിട്ടാണോ, ഫിലിം ഡയലോഗ്സ് യൂസ് ചെയ്താണോ നമ്മൾ കൺവേ ചെയ്യാൻ എഴുത്തിലും യൂസ് ചെയ്യുന്ന ഒരു ട്യൂൺ ഉണ്ട്. ഇപ്പോ ഏർലിയർ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, when delivering a presentation you're not only presenting your material, you're presenting yourself. എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം എന്റെ മാനേജറിന്റെ അടുത്തോ അല്ലെങ്കിൽ എന്റെ ഹയർ അതോറിറ്റിയുടെ അടുത്ത് ഇങ്ങനെ എനിക്കൊരു സംഭവം ഈ ഒരു ടോണിൽ എഴുതാൻ സാധിക്കില്ല. ബട്ട് me being your faculty and you സ്റ്റുഡൻസ്, എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം എഴുതാം. because that tone is fine here. Okay, so എഴുത്തിൽ നമ്മൾ ഒരു ടോൺ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു ബിസിനസ് റിപ്പോർട്ടിന്റെ ഒരു മോഡലാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ, അതിൽ എന്താണ്, ജസ്റ്റ് ഒരു പിക്ചർ ഉണ്ട്, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എന്തിനെ കുറിച്ചാണിത്. ദെൻ പ്രിലിമിനറീസ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ബാഗ്. ഞാൻ എന്റെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാം സോ ദാറ്റ് ഇറ്റ് വിൽ ബി ക്ലിയർ. ഓക്കെ, എന്താണ് ആ ഒരു ബിസിനസ് പ്ലാൻ എന്നത്. കണ്ടോ, 2 പിക്ചേഴ്സ് ഉണ്ട്, വളരെ ഷോർട്ട് ആണ്, ക്രിസ്പ് ആണ്. ബിസിനസ് സെറ്റിംഗിൽ ഈവൻ ഇഫ് ഇറ്റ് ഇസ് റഷ് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വായിക്കാൻ സാധിക്കും. കാണാൻ പറ്റുന്നില്ലേ? പ്ലീസ് ടെൽ മീ, can you see the slides? Yes, okay. Then second one is AMCTO, the municipal experts എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് റൈറ്റിംഗ്. കണ്ടോ, Day 1 വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പിൽ എന്തൊക്കെയാണ് ആവുക എന്നുള്ളത് പോയിന്റ് വൈസ് തന്നിട്ടുണ്ട്. വാട്ട് വിൽ യു ലേൺ, എന്തൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ലേണിംഗ്സ്. ഹൂ ഷുഡ് അറ്റൻഡ്. കണ്ടോ, അവർ കൺവിൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവം ഒറ്റ പേജിൽ വളരെ ക്രിസ്പ് ആയിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു. ഇത്തരത്തിലായിരിക്കണം. ആൻഡ് അഗെയിൻ, ഇത് മാത്രമാണ് പെർഫെക്റ്റ് മോഡൽ എന്നല്ല പറയുന്നത്, ഇത്തരത്തിലായിരിക്കണം നമ്മളുടെ. വിത്ത് ദാറ്റ് ഇന്നത്തെ സെഷൻ നമ്മൾ, സോ ഇഫ് എനി ക്വസ്റ്റ്യൻസ് ക്വിക്ക് ആയിട്ട് ചോദിക്കാം. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേക്കുള്ള 2 ആക്ടിവിറ്റി ആണ്. I'll again give you ഇത് പറ്റി മുമ്പ് നമ്മുടെ ക്ലാസ് ഇങ്ങനെയായിരുന്നില്ലല്ലോ. അറൌണ്ട് ഒരു സെഷൻ 10 വരെ യൂഷ്വലി നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കഴിയാറുണ്ടായിരുന്നില്ല. അതായത് നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു. ബട്ട് ഇപ്പോ ഒരു ലാസ്റ്റ് ഒരു 5-6 സെഷൻസിൽ there are no doubts, no questions. What happened? Last one, please repeat. Last one ഏത് സ്ലൈഡ് ആണ് ആയിരുന്നു? ഈ സ്ലൈഡ് ആണോ? ഈ പിക്ചേഴ്സ് ഉള്ള സ്ലൈഡ് ആണോ? ഓർ ഇതിന് മുമ്പത്തെ? യെസ്, ഓക്കെ. ഈ പിക്ചറിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ബിസിനസ് റിപ്പോർട്ടിന്റെ ഫോമാറ്റ് ആണ്. അതിൽ കണ്ടില്ലേ, ഇപ്പോ 2 ചെറിയ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇപ്പൊ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് പ്രോഡക്റ്റ് ആണ്, എന്തിനെ കുറിച്ചാണ് എന്നുള്ള ഒരു പിക്ചർ കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്താണ്, വായിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു ഐഡിയ കിട്ടും. ദെൻ ഇൻട്രൊഡക്ഷൻ എന്താണ്, വളരെ ചുരുക്കി ഒരു 5 സെന്റൻസ്. ദെൻ പ്രിലിമിനറീസ്, വാട്ട് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയാണ് ഈ ഒരു ഐഡിയ ഡെവലപ്പ് ആയത് എന്നുള്ള ഒരു ഐഡിയ കൊടുക്കുക. ദെൻ പ്ലാൻ, വാട്ട് ഇസ് ദ പ്ലാൻ, പ്രോഫിറ്റ് ലെവൽ എത്ര കൂടും, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള ഏർണിംഗ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ റിസ്ക് അസസ്മെന്റ്സ് എന്താണ് എന്നുള്ളൊരു പാരഗ്രാഫ് കൊടുക്കുക. സോ എന്താണ്, വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് ഉണ്ട്. വളരെ കോൺസൈസ് ആയിട്ടാണ് ഈ ബിസിനസ് റിപ്പോർട്ട് ഉള്ളത്. കമ്മിങ് ടു ദ സെക്കൻഡ് പിക്ചർ, ഇതൊരു കോർപ്പറേറ്റ് ട്രെയിനിങ്ങിന്റെ അവർ നൽകുന്ന ട്രെയിനിങ്ങിന്റെ വർക്ക്ഷോപ്പിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ലേണിംഗ്സ് ആണ് ഉണ്ടാവുക, ആരൊക്കെ അറ്റൻഡ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ക്രിസ്പ് ആയിട്ട് പോയിന്റ് വൈസ് ഒരൊറ്റ ഷീറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മോഡൽസ് കാണിച്ചു തന്നതാണ്. നിങ്ങളൊരു പ്രൊഫഷണൽ സെറ്റിംഗിൽ നിങ്ങൾ ഓരോ റിപ്പോർട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും. ഒരുപാട് വലിച്ചു നീക്കി എഴുതണ്ട, പോയിന്റ് വൈസ് ആണെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആവും. ഓക്കെ, സോ ജസ്റ്റ് മോഡൽസ് കാണിച്ചതേ ഉള്ളൂ. യു കെൻ ഓൾസോ ഫോളോ അതർ മോഡൽസ്. ഞാൻ ജസ്റ്റ് ഇവിടെ നല്ല 2 മോഡൽ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.
So with that, we are winding up for today. Next week, നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സ്കിൽസ് സ്പെഷ്യലൈസ് ചെയ്യുക. That is specializing your English skills. Then workshop will be on effective business communication. So എല്ലാവരും ഈ നെഗോസിയേഷൻ സ്കിൽസ് ഒന്ന് ബെറ്റർ ആക്കി വരണേ. നെഗോഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് യൂട്യൂബ് വീഡിയോസ് കാണുക. റോൾ പ്ലേസ് പ്രാക്ടീസ് ചെയ്തിട്ട് വരണേ. സ്കെഡ്യൂൾ എന്ന വേർഡ് ഷെഡ്യൂൾ എന്നും പറയാം, സ്കെഡ്യൂൾ എന്നും പറയാം. ബോത്ത് ആർ കറക്റ്റ്. ദാറ്റ് ഇസ് ഒന്ന് അമേരിക്കൻ പ്രൊനൗൺസിയേഷനും ഒന്ന് ലൈക് UK USA ഡിഫറൻസ് ആണ്. സ്കെഡ്യൂൾ ആൻഡ് ഷെഡ്യൂൾ ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ. Then റോൾ പ്ലേ ഉണ്ടാവും നെക്സ്റ്റ് വീക്ക് ഓൾസോ. ദാറ്റ് ഇസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിനേക്കാൾ നെക്സ്റ്റ് ലെവലിലുള്ളൊരു റോൾ പ്ലേ ആയിരിക്കും. സോ എല്ലാവരും ഇന്നത്തെ റോൾ പ്ലേ എങ്ങനെ സോൾവ് ചെയ്യും എന്നതിന് നിങ്ങൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തുക. ദെൻ റൈറ്റിംഗ് സ്കിൽസിൽ നമ്മളിപ്പോ ഇന്നിപ്പോ ഒരു ഓവറോൾ ആയിട്ടല്ലേ പറഞ്ഞത്. നെക്സ്റ്റ് വീക്ക് വിൽ ലുക്ക് ഇൻ ടു റിപ്പോർട്ട്സ് ആൻഡ് പ്രപ്പോസൽസ്. വിത്ത് ദാറ്റ് I am winding up. Okay. So thank you all. See you all next week.